എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർവലിന് മുമ്പ്, നമ്മുടെ ഡി സിക്ക് മുമ്പ്, നമ്മുടെ എറ യൂണിവേഴ്സിന് മുമ്പ് ആ, ഒരു ഒരു യൂണിവേഴ്സ് ഉണ്ടായിരുന്നു, ഒരു മെറ്റാവേഴ്സ് ക്രിയേറ്റ് ചെയ്തിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനവാരി ആൻഡ് പൊൻകുരിശ് യൂണിവേഴ്സിലേക്ക് നമുക്കൊന്ന് കടക്കാം. പുള്ളിയുടെ പല പുസ്തകങ്ങളും ഉണ്ട്, നമുക്ക് അറിയാവുന്നതായിട്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഈ കഥാപാത്രങ്ങളെ വെച്ചിട്ടുള്ള കഥകൾക്ക് ഒരു പ്രത്യേക രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചായിരുന്നപ്പോൾ തൊട്ട് ഞാൻ ബഷീറിന്റെ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ തവണ വായിച്ചിട്ടുള്ളതും ഈ കഥാപാത്രങ്ങളുള്ള കഥയാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ആനവാരി ആൻഡ് പൊൻകുരിശ് യൂണിവേഴ്സിലെ ബഷീറിന്റെ കഥകളെ വെച്ച് തുടങ്ങാം, അതിലുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കാം. അപ്പോ എനിക്ക് തോന്നുന്നു ആദ്യം ആനവാരിയും പൊൻകുരിശും വെച്ച് തുടങ്ങാം. ആരാണ്? ഹു വാണ്ട്സ് ടു ഗോ ഫസ്റ്റ്? ഫാസ്റ്റസ്റ്റ് ഫിംഗർ ടു ദ മ്യൂട്ട് ബട്ടൺ. കുട്ടി മിണ്ടുന്നില്ല. ഞാൻ പറയാം. അല്ല, കിറുക്കും വന്ന് അല്ല മറ്റേ ഞാൻ പറയാന്ന് വെച്ചാ നാടോടി കാറ്റില് ഇങ്ങേര് പറയൂലേ, ജനാർദ്ദനം പറയൂലേ, സോമ്പേരി പസങ്ക കേറി അടിയടാ, മുതല്ല നീ അടിയടാ. നിങ്ങ താനെ തലയൊരു അല്ല ഇതെന്താന്ന് വെച്ചാല് ആനവാരിയും പൊൻകുരിശും ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് എനിക്ക് തോന്നുന്നത് കാർട്ടൂൺ ആയിട്ടാണ്. ജി അരവിന്ദനാണോ അറിയില്ല, ഒരു കാർട്ടൂൺ ആയിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എന്തോ ആണ്. അങ്ങനെയാണ് ഇത് ഈ കഥ ശരിക്കും അറിയുന്നത്. അപ്പൊ അത് വായിച്ചിട്ടാണ് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴെങ്ങാണ്ട് അതൊരു ക്ലാസ് ടീച്ചർ ഞങ്ങളുടെ മലയാളം ക്ലാസ്സിൽ പിള്ളേർക്ക് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾക്കിപ്പോൾ ലൈബ്രറി നിഷിദ്ധമായിരുന്നു 5ലും അങ്ങോട്ട് പഠിക്കുമ്പോൾ. 6ാം ക്ലാസ് മുതലേ ലൈബ്രറി കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ടീച്ചർ കുറേ ബുക്സ് കൊണ്ട് തന്നു. അപ്പോൾ ഇങ്ങനെ റാൻഡമായിട്ട് എല്ലാവർക്കും ബുക്സ് തന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് പുറംചട്ടയിൽ കാര്യമായിട്ട് ഭംഗിയുള്ള പടങ്ങളൊന്നും ഇല്ലാത്ത ആനവാരിയും പൊൻകുരിശുമാണ് എനിക്ക് കിട്ടിയത്. ബാക്കി എല്ലാവർക്കും നല്ല ഭംഗിയുള്ള ഇതുള്ള പ്രിൻ്റുള്ള എന്തൊക്കെയോ പടങ്ങളുള്ളതാണ്. ഞാൻ അവിടേക്ക് ഇങ്ങനെ അസൂയോടെയൊക്കെ എത്തി നോക്കി. പക്ഷെ എന്നാലും ആ ഇൻ്റർവെൽ, ആ 2 പീരീഡ് അടുപ്പിച്ചായിരുന്നു. അപ്പോൾ അത് വായിച്ചു തീർത്തു. അപ്പോൾ അങ്ങനെ മനസ്സിൽ കയറിയതാണ്. പക്ഷെ എനിക്ക് ഇത് യൂണിവേഴ്സ് ആണെന്ന് ഇപ്പോഴാണ് ശരിക്കും അറിയണത്. ഇപ്പം തുടക്കത്തിൽ നമ്മൾ ഈ പറഞ്ഞ സമയത്താണ്. കാര്യം എട്ടുകാലി മമ്മൂഞ്ഞിനെ പറ്റിയൊക്കെ ഈ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ഇടയ്ക്ക് എവിടെയെങ്ങാണ്ട് പറയുന്നതായിട്ട് തോന്നുന്നു. എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് ചില ട്രോൾസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ എട്ടുകാലി മമ്മൂഞ്ഞിനെ പറ്റി അത്രയൊക്കെ പറയാനുണ്ട്. കാരണം ഞാൻ എവിടെയും വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ബഷീറിൻ്റെ അധികം വായിച്ചിട്ടില്ല. ആനവാരിയും പൊൻകുരിശും നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് കാരനാണ് ഓർത്തിരിക്കുന്നത്. കർത്താവ് കിടന്നത് മരക്കുരിശിലല്ലേ, പിന്നെ എന്തിനാണ് സാറേ പള്ളിക്ക് എന്തിനാ പൊൻകുരിശ് എന്ന് ചോദിക്കുന്ന പൊൻകുരിശ് തോമയുടെ ഡയലോഗിൽ നിന്നാണ് അതാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ ലിങ്ക് ചെയ്യുന്നത് എല്ലാവരുമായിട്ട്. ഇപ്പോൾ ആൾക്കാർ വായിക്കാത്തവർ പോലും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ഡയലോഗായിരിക്കും അത്. നല്ല രസമുള്ള കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ ഒരു സിനിമയാക്കുമ്പോൾ നമുക്ക് പലരെയും അതിനകത്ത് സങ്കല്പിക്കാം. ഇപ്പോൾ മറ്റേ ചായക്കടയല്ല, വീട് നടത്തുന്ന സൈനബ ഉൾപ്പെടെ, അതായത് എല്ലാവരുടെയും എഴുതി വെച്ച് പറ്റെഴുതിട്ട് ആർക്കോ ഫ്രീ ആയിട്ട് മുട്ട പുഴുകിയത് മുസ്തഫയോട് ശരി പുട്ടിനകത്ത് പുഴുങ്ങിയ മുട്ട ഒളിപ്പിച്ചു കൊടുക്കും. പുട്ടിനകത്ത് പുഴുങ്ങിയ മുട്ട ഒളിപ്പിച്ചു കൊടുക്കുന്ന സൈനബയുടെ കാര്യവും. പിന്നെ അപ്പനെ എന്താ പറയണ, ഇൻസോൾവെന്റ് ആക്കാൻ ഇറങ്ങിയിരിക്കണ മോള്. അതെ, അത് വേറൊരു കഥ. സിനിമകളിലും യൂസ് ചെയ്തിട്ടുണ്ട് ആ ട്രൂപ്പ് അവര്. അതെ, അത് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് വന്നതായിരിക്കണം. എന്തായാലും ഒരു പ്രീകഴ്സർ ബഷീർ തന്നെ ആയിരിക്കണം. പണ്ടത്തെ കാലത്തെ ചായക്കടകളിൽ അതും ആവാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഇവര് പറയുന്ന വേറൊരു ഈ സൈഡിൽ കൂടെ ഒരു കഥാപാത്രമുണ്ട്. ഇവര് മറ്റേ ആനവാരി രാമൻ നായർക്ക് ആനവാരി എന്നുള്ള പേര് വീഴാൻ കാരണമായ സംഭവം ആസ്പദമാക്കുന്നത് ഒരാളിൽ നിന്നാണ്. എന്താ എൻ്റെ പേര് എനിക്ക് പറയല്ലോ, പിശുക്കനായ ഒരു മുതലാളിയാണ്. പുള്ളിക്ക് വേണ്ടിയിട്ട് ചാരം വാരാൻ പോകുമ്പോഴാണ് ഇവര് അങ്ങനെ പെട്ടുപോകുന്നത്. അപ്പോ അന്ന് ആ മുതലാളിയെ പറ്റി പറയുന്നുണ്ട്. മുതലാളി വേലക്കാരിയെ വിവാഹം കഴിച്ചു. ഉണ്ടക്കണ്ണൻ അന്തർ വേലക്കാരി വിവാഹം കഴിച്ചു. കാരണം ശമ്പളം കൊടുക്കണ്ടല്ലോ. പിന്നെ 2 രൂപയാണ് ശമ്പളം കൊടുക്കുന്നത്. 2 രൂപ വലിയ കാര്യമായിരിക്കാം, എന്നാലും അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിയെ കല്യാണം കഴിച്ചു. ഇങ്ങനെ സൈഡ് ക്യാരക്ടേഴ്സിനൊക്കെ 2 അണ വെച്ച് പുള്ളി കാൽക്കുലേറ്റ് ചെയ്തിട്ട് 100 വർഷം ആകുമ്പോ 150 രൂപ ചിലവാകുന്ന വരെ പുള്ളി കാൽക്കുലേറ്റ്.
അതാ പറഞ്ഞത്. ഇപ്പൊ രണ്ടുപേര് ഈ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണെങ്കിലും കഥാപാത്രങ്ങളെ പറ്റി പറയുന്നെങ്കിലും സൈഡ് ട്രാക്കിൽ പോകുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ സ്റ്റോറീസ് ഉണ്ട്. ചെറിയ ചെറിയ കഥകളേ ഉള്ളൂ, പക്ഷെ രസമാണ്. എല്ലാവർക്കും ചെറിയ ബാക്ക് സ്റ്റോറീസ് ആണ്. അതെ, ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് ഈവൻ നമ്മുടെ വെറുതെ ഒരു സംശയത്തിന്റെ പേരിലാണ് മറ്റേ നമ്മുടെ തോമയെ പിടിച്ച് ജയിലിലിടുന്നത്. ഒരു കരിന്തൽ തടങ്കിലിടുവാണ്. അപ്പോൾ നമ്മുടെ ആ പാറാവുകാരനുണ്ട്, അതായത് അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ പളങ്കൻ കൊച്ചുവിന്, പുള്ളിക്കാണെങ്കിൽ ഫുൾ പ്രാരാബ്ദം. വീട്ടിൽ 5 ഭാര്യ, മറ്റേ 5 പെൺമക്കളും കെട്ടിക്കാൻ പ്രായമായിട്ടുള്ള 7 പെൺമക്കളും, പിന്നെ ഭാര്യയാണെങ്കിൽ തളർവാദം പിടിച്ചു കിടക്കുന്നു. ഇപ്പഴേ മറ്റേ ജഗദീഷിന്റെ ചില സിനിമകളിലെ അതേപോലെ ജീവിതം. അല്ല, പൊള്ളുന്ന ജീവിതമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പറയുന്നതിന് കാര്യം, പക്ഷെ അത് അവതരിപ്പിക്കുന്ന രീതി അങ്ങനെയാണ്. അപ്പോൾ അത് കണ്ട അലിവ് തോന്നി പുള്ളി ഇവരോട് പറഞ്ഞ് പുറത്തിറങ്ങി ആ കുരിശെടുത്ത് കുരിശിന്റെ ഒരു കഷ്ണം എടുത്ത് കൊടുക്കുവാണ്. അപ്പോൾ അതാണ് കടുവാമാത്തൻ. എങ്ങനെയാണ് ആൾക്ക് അലിവ് തോന്നിയെന്ന് അറിയില്ല. എല്ലാവരെയും പിടിച്ച് ഇടിക്കുന്ന ഇടിയം പോലീസ് കഥാപാത്രത്തിന് ഇത് കേട്ടപ്പോ ഒരു ചെറിയ അലിവ് തോന്നി. എല്ലാവരും ഉണ്ടായിരുന്നു, പള്ളി എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെ ആക്ഷൻ എടുക്കായിരുന്നത്. പിന്നെ പള്ളി തന്നെ മുൻകൈ എടുത്ത് പെൺമക്കളുടെ കല്യാണമൊക്കെ നടത്തി കൊടുത്തു. പള്ളിയുടെ മുന്നിൽ വെച്ചല്ല ചെയ്യുന്നത്, ബാക്കി പുള്ളിയുടെ ഫ്രണ്ട്സിനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി നാക്കിൽ ആണി അടിക്കുമെന്ന് പറഞ്ഞ് നാക്ക് നീട്ടി ബെഞ്ച് വെക്കുമ്പോഴാണ് പറയുന്നത്. നിവൃത്തിയില്ലാണ്ട് പറയുന്നതാ. അങ്ങനെയുള്ള ചരിത്രം പോലീസുകാരെ വിളിക്കുന്ന പോലീസ് മൂരാച്ചികൾ. അല്ല, അതെനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർക്ക് വിദേശ സർക്കാരിന്റെ മൂട് താങ്ങി പിന്തിരിപ്പം പോലീസ് മൂരാച്ചികൾ. അതങ്ങനത്തെ ഒരു കാലഘട്ടം ആയതുകൊണ്ടായിരിക്കണല്ലേ. കാരണം പുള്ളി അത് ആ ജയിലിൽ കിടന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ തടങ്കലിൽ കിടന്ന സമയം അതൊക്കെ വെച്ചിട്ടായിരിക്കണം പുള്ളി ഇത് പറഞ്ഞത്. അതായത് ആ ടൈമിൽ എഴുതിയ കഥ ആയിരിക്കണം തോന്നുന്നു. ഈ കഥയിലുണ്ട് ആസ് എ ഒരു ഇതായിട്ട്, എന്താ പറയാ, നറേറ്ററോ അല്ലെങ്കിൽ ഒരു എന്നിട്ട് പുള്ളി പറയുന്ന ഇവരുടെ കഥ മുഴുവൻ ചരിത്ര വിദ്യാർത്ഥികൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. റീഡറിനെ ചരിത്ര വിദ്യാർത്ഥി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതൊക്കെ ഒരു എന്താ പറയാ നല്ല രസമുള്ള കാര്യങ്ങളാണല്ലേ, എഴുത്തിലൊരു വെറൈറ്റി കൊണ്ടിരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അല്ല, ഇത് ഓക്കെ. പക്ഷെ നമ്മൾ ആനവാരി പൊൻകുരിശൊക്കെ കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ആയിട്ടുള്ള ലൈഫിൽ നിന്ന് പോയിട്ട് പിന്നെ അവസാനം നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ആള് പിന്നെ എഴുത്തുകാരനായി ഫേമസ് ആയപ്പോഴാണ് പാത്തുമ്മയുടെ ആട് ആ ഭാഗത്തോട്ട് വന്നത്. അപ്പോൾ ആ ടൈമിലെ കഥകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട്, പുള്ളിക്ക് അറിയാവുന്ന ആൾക്കാരെ ബേസ് ചെയ്ത് പുള്ളിക്ക് അധികാരത്തോട് ഉള്ള ഒരു മനോഭാവം പതുക്കെ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും മാറിയിട്ടുണ്ട്. അതായത് ഈ പാത്തുമ്മയുടെ ആട് ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും പുള്ളി ചെറുതായിട്ട് പതുക്കെ കംഫർട്ടബിളായി, ആളൊന്ന് കംഫർട്ടബിളായി. ആ സമയത്തെ കാര്യങ്ങളൊക്കെ ഫിക്ഷണൽ കഥാപാത്രങ്ങളുടെ മേലിൽ ഏൽപ്പിച്ച് പുള്ളിയുടെ പ്രതിഷേധമാണ് അതുവഴി. അതാണ് ഈ പോലീസ് മൂരാച്ചിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്, അധികാരത്തിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. കഥ മുഴുവൻ കഥ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. നമുക്ക് കഥാപാത്രങ്ങളെ എണ്ണി പറയാം. എന്തോരം കളർഫുൾ ക്യാരക്ടേഴ്സ് ആണ്. ബേസിക്കലി ആനവാരി രാമൻ നായർക്ക് ഇപ്പൊ ഇതുണ്ട്, എന്താ പറയുക, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. പുള്ളിയുടെ വിചാരം ഞാനാണ് ഗ്യാങ് ലീഡർ എന്നാണ്. ഇപ്പൊ ഇടയ്ക്ക് ഇവന്മാരെല്ലാരും ചേർന്ന് അടേ ആനവാരി എന്ന് വിളിക്കുകയാളെ. അത് പുള്ളിക്ക് തീരെ ഇഷ്ടമല്ല. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പുള്ളി അടി ഉണ്ടാക്കണമെന്നൊക്കെ ആലോചിക്കും ഇവന്മാരുമായിട്ട്, നിരാഹാര സത്യാഗ്രഹം ഇരിക്കണമെന്നൊക്കെ. ഇവർക്ക് ആ ചാരം വരുമ്പോ അബദ്ധം പറ്റില്ലേ, ആനയെ വാരുന്ന കേസ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ഇവര് മറ്റേയാള് എട്ടുകാലി മുമ്പിലൊക്കെ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടും. മറ്റേ ഇവര് നടക്കുന്ന വഴി അശരീരി പോലെ കേൾക്കുന്ന പറഞ്ഞ പേര് ആദ്യമായിട്ട്. അപ്പൊ അത് ഗ്രൂപ്പിൽ ആരോ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്, വേറെ ആരും ആ സമയത്ത് അവിടെ ഇല്ല, അവര് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചായക്കടയെ വഴിയാണ് പുള്ളി ഫേമസ് ആവുന്നത്. ചായക്കടയിൽ ആ പേര് വരണമെന്നുണ്ടെങ്കിൽ അപ്പൊ രാമൻ നായർ എന്നല്ലാതെ ആനവാരി രാമൻ നായർ എന്ന പേര് വരണമെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കണം, അല്ലാതെ വേറെ അറിയാനാണ്. അപ്പൊ അങ്ങനെ പുള്ളിക്ക് പേര് ചാർത്തി കൊടുത്ത കൂട്ടുകാർ തന്നെയാണ്. ഈ ഒരു ദേശത്തിന്റെ കഥയിലെ അത് അവിടെ ഒരു സപ്പർ സർക്യൂട്ട് സെറ്റ് ഉണ്ട് ഒരു ദേശത്തിന്റെ കഥയിൽ. ഏകദേശം ആ ടൈപ്പ് ഒരു സെറ്റാണ് ഇവരും. അതായത് ആവശ്യമില്ലാത്ത അവിടെ പണം വാങ്ങി ഇറങ്ങുന്ന പരിപാടിയല്ല, ഇവിടെ മുച്ചീട്ടുകളിയും കാര്യങ്ങളൊന്നും അല്ല. ഇവരും
എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരാണ്. കലണ്ടർ മോഷണം അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ ഇവിടെ ഇവർക്ക് കാര്യങ്ങൾ കിട്ടി. മൊത്തത്തിലൊരു ആനയാണ് കൊട്ടയിലാക്കാൻ നോക്കിയെന്ന് മാത്രം. ഒരു പ്രമാണിമാരായിട്ട് ഇങ്ങനെ നടക്കാനാണ് പ്രധാനമായിട്ടും. അത് ഒരു പാർട്ടില് ആനവാരി നായന്മാർക്ക് ശരിക്കും കോംപ്ലക്സ് അടിക്കുക, ഉമ്മാര് റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പുള്ളി ആലോചിക്കണം, ഞാൻ ഇനി നിരാഹാരം ഇരിക്കണോ റെസ്പെക്ട് തിരിച്ചിട്ടാൻ. എന്നിട്ട് ആളുകളുടെ മുന്നിൽ വെച്ച് പറയും, എടേ മമ്മൂഞ്ഞ എന്റെ ഇവിടെ ഒന്ന് ചൊറിയുന്നു, നീ ഒന്ന് മാന്തി തരുമെന്ന് ചോദിക്കും. മമ്മൂഞ്ഞ് മാന്തി കൊടുക്കും. ഷെടാ അടി ഉണ്ടാക്കാൻ വകുപ്പില്ലല്ലോ. പിന്നെ തോമയുടെ അടുത്ത് പറയും, തോമ ഇപ്പറ ഒന്ന് മാന്തി തരും. എല്ലാരും മാന്തി കൊടുക്കും. അപ്പൊ പുള്ളി പറയും, ആ റെസ്പെക്ട് പോയിട്ടില്ല. ബഹുമാനം പോവാത്ത പക്ഷെ ആൾക്കാരാണ്. രാമനായർ ചെറിയൊരു സ്ത്രീ വിരോധിയാണ്. ആ സ്ത്രീ വിരോധി. അത് ത്രൂ ഔട്ട് ഉള്ള ഇതാണ്. ഏതോ പെണ്ണ് പറ്റിച്ചിട്ട് പോയല്ലേ? അതുണ്ട്. അമ്മുക്കുട്ടി. അതെ. അത് അമ്മുക്കുട്ടി തേച്ച കഥയുണ്ട്. അമ്മുക്കുട്ടി. എല്ലാ ക്യാരക്ടറിന്റെ പേര് അനൂപിന്റെ അടുത്തുണ്ട്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് വായിക്കുന്ന കഥ ഈ ആനവാരിയും പൊൻകുരിശുമാണ്. അപ്പൊ അതിനകത്ത് ഈ പുള്ളിക്ക് പാറക്കുട്ടി എന്ന് പറഞ്ഞ ആനയോട് ഭയങ്കര ദേഷ്യവും കൊച്ചു നീലാണ്ടനോട് ഭയങ്കര സ്നേഹവും. എനിക്ക് അതിനകത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല എന്താ കാര്യമെന്ന്. ഇത് തന്നെ സ്ത്രീ വിരോധി സ്ത്രീവിരോധമാണ്. ആയതുകൊണ്ടാണ്. അതെ, ഞാൻ വിചാരിച്ചു പാറക്കുട്ടി പണ്ടം കാണും കാലേ ചവിട്ടുകയോ വല്ലതൊക്കെ ചെയ്ത് കാണുമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. പിന്നെ എല്ലാം വായിച്ചത് ലാസ്റ്റ് വായിച്ച് മുഴുവിപ്പിച്ചില്ല. ഈ സ്ഥലത്തെ പ്രധാന ദിവ്യനാണ്. അതിലാണ് വരുന്ന അമ്മുക്കുട്ടി ചതിച്ച് കാര്യം. സൈനമ കൊടുത്ത എന്താ ഒരു കശുവണ്ടി പറങ്ങാണ്ടിയ അത് പുള്ളി കഴിക്കില്ല. അല്ല ലച്ചിയാണ് കൊടുക്കുന്നത്. ലച്ചിയാണ് കൊണ്ടുവരുന്നത്. അല്ലല്ല, സൈനമ. ശരിയാ, ലച്ചിയാണോ? ലച്ചിയല്ലായിരുന്നോ? ലച്ചിയാണ് സൈനമ കൊണ്ടുവരുന്നത്. മുത്തപ്പയല്ലേ കൊടുക്കുന്നത്? ആ ഇല്ല, ലച്ചിയാണ് കൊണ്ടുവരുന്നത്. മമ്മൂഞ്ഞിന്റെ കയ്യിലായിരുന്നു. മമ്മൂഞ്ഞിന്റെ ആള് ലച്ചിയാണ്. അപ്പൊ പുള്ളി അത് പറയാതെ രാമൻ നായർക്ക് കൊടുക്കുക. രാമൻ നായർ തിന്നു കഴിഞ്ഞിട്ടാണ് അറിയണത് പെണ്ണാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചോദിക്കട്ടെ, സൈനബയുടെ കടയിൽ നിന്ന് മേടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, അവിടെ സൈനബയല്ലേ ഉണ്ടാകും. അത് അവിടെയാണ് ആ ഇത് വരുന്നത്, ആ ഒരു ഇരട്ടത്താപ്പ് വരുന്നത്. ലച്ചി സ്നേഹത്തോടെ കൊണ്ട് കൊടുത്തത് കഴിച്ചപ്പോ അയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. പുള്ളിക്ക് പ്രണയ വിരോധിയാണ് ആൾ, അതാണ്. ആ അപ്പൊ സൈനബയുടെ അടുത്തൊന്നും കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഇതിൽ ഈ കൊച്ചു നീലാണ്ടനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഭയങ്കര രസ. എന്താ, കൊറേ ആനപ്പാപ്പന്മാരെ കുത്തി കൊന്നിട്ടുണ്ട്. എന്നിട്ട് 3-4 ദിവസം അവൻ പിണങ്ങി നടക്കും. എന്നിട്ട് ഇതിനായിട്ട് അങ്ങനെയല്ല, മറ്റേ ലോകത്ത് എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോഴാണ് പുള്ളി ആനപ്പാപ്പാനെ കുത്തിക്കൊല്ലുന്നത് എന്ന് പറയുന്നത്. അതുണ്ടോ? ആരെങ്കിലും കൊല്ലുന്നത് പറയുന്നത് ആ അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധിച്ചിട്ടോ അല്ലെങ്കിൽ മനസ്സ് നൊന്നിട്ടോ ആയിരിക്കും ലോക എന്നിട്ട് കാര്യങ്ങൾ അവൻ എന്തെങ്കിലും പിണങ്ങി പ്രശ്നം. നടക്കും. 4-5 ദിവസം പിണങ്ങി നടക്കും ആന. അതിനു വേണ്ടിട്ട് സ്റ്റോക്ക് ഉണ്ട് അത്ര. എള്ളും മുതലാളിക്ക് നമ്പൂരിക്ക് സ്റ്റോക്ക് ഉണ്ട്. ആനപ്പാപ്പം കുടുംബമുള്ളവരെ പിടിക്കാറില്ല, ചുഴച്ചിട്ടെറിയും. അല്ല, എല്ലാവർക്കും കഷണ്ടിയാ. കാരണം പണ്ട് കുടുംബയെ പിടിച്ചിട്ടാണ് തല്ലിക്കൊന്നത്. സോ ഇവന് കൊച്ചു നീലാണ്ടിന് രാമൻ നായർ മറ്റേ ഇത് കൊടുക്കും, എന്താണ്, ശർക്കരയും തേങ്ങയൊക്കെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് പാറക്കുട്ടിയുടെ പള്ളക്ക് കല്ലെടുത്തെറിഞ്ഞു കൊടുക്കും. പിന്നെ ഒരുപാട് ഭയങ്കര കളർഫുൾ ക്യാരക്ടേഴ്സ് ഉണ്ട്. എട്ടുകാലി മമ്മൂഞ്ഞ് ഒരു പുള്ളിയുടെ എല്ലാ ഡയലോഗും തുടങ്ങണ പുള്ളി സംഗതി അറിഞ്ഞ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആ പേരിൽ തന്നെ ഒരു രസമുണ്ട് ആക്ച്വലി. പിന്നെ മറ്റേ ഇവരുണ്ടല്ലോ, 2 കള്ളന്മാരല്ലേ, എന്റെ ഡൈവർ തൊരപ്പൻ അവറാനും ഡ്രൈവറിന്റെ പേരെന്തായിരുന്നു? ഉപരിപഠനത്തിനായിട്ട് അന്യദേശങ്ങളിലായിരുന്നു. ഒരു ബുയിക്കും അടിച്ചു മാറ്റിയിട്ട് വരും ഒരിക്കൽ. എന്നിട്ട് ബുയിക്ക് വെച്ചിട്ട് ബസ് സർവീസ് നടത്തുമാര്. ഓ, അതെനിക്ക് ഓർമ്മ. അത് ഇതില്ല, അത് ഇതില്ല, ഫേസ്ബുക്കിലല്ല, സ്ഥലത്തെ പ്രധാന ബുയിക്ക് വാങ്ങിച്ചിട്ട് അതില് എന്താണ് ജംഗ്ഷൻ വരെ കൊണ്ടുപോകാനായിട്ട് കാലണ. എന്നിട്ട് എല്ലാവരെയും കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് ബുയിക്കിന്റെ അടിയിൽപ്പെട്ട് 4 പശു, 14 കോഴി, 5 പട്ടി എന്നിവ ചരമം അടഞ്ഞു. ഇതില് അതുപോലെ വേറൊരു ക്യാരക്ടർ കൂടി ഉണ്ടായിരുന്നു ഇതില്. ഒന്നാമത് ഇതിന്റെ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ഭയങ്കര ഒരു എന്താ പറയാ, വെറൈറ്റി നെയിംസ് ആണ്. ഈ ആനവാരി, പൊൻകുരിശ്, ഓമ, എല്ലാവർക്കും ഒരു സർനെയിം ഉണ്ട് ഇതിന്റെ അകത്ത്. അതെ, ഇരട്ടപ്പേരുണ്ട്. പേരുണ്ട്. സൈനബയ്ക്ക് മാത്രം ഇല്ല ആക്ച്വലി. സൈനബയ്ക്കില്ല. മറ്റേത് എന്തോ പണ്ടാരം മിസ് ലച്ചി എന്നാണ്. വീരപാണ്ടി പണ്ടാരം പുള്ളിയാണ് മറ്റേ പാമ്പാട്ടി.
അയാളുടെ ഭാര്യയാണ് മിസ് ലച്ചി. മിസ് ലച്ചി. പിന്നെ പിന്നെ ഇവരൊരു ഉണ്ടക്കണ്ണൻ പോക്കറുണ്ട്. ഉണ്ടക്കണ്ണൻ ഇവിടെ ആ അന്തരു അല്ല, ഉണ്ടക്കണ്ണൻ അന്തരു അല്ലായിരുന്ന? അല്ലല്ല, ഉണ്ടക്കണ്ണൻ ഒറ്റക്കണ്ണൻ പോക്കർ. ഉണ്ടക്കണ്ണൻ പോക്കർ, പോക്കർ വേറെ സോറി, ഉണ്ടക്കണ്ണൻ ഒറ്റക്കണ്ണൻ അന്തരുവാണ്. ഒറ്റക്കണ്ണൻ പോക്കർ. പുള്ളിയുടെ മോഡൽ ഒറ്റക്കണ്ണൻ. സൈനമ. അമ്മാര് ഒരു ഇവരൊരു സീൻ പറഞ്ഞോളൂ ഒരു സീനുണ്ട്. ഉണ്ടക്കണ്ണൻ അന്തരുവിനെ ചെറിയ തോതിൽ വിക്കുണ്ട്. അപ്പൊ പുള്ളി ആനവാരിയോട് പറയുന്നുണ്ട്, ഈ ചാരം വാരം പറയുമ്പോഴേ പുള്ളി വിക്കിയാ പറയുന്നത്. ഉം. അപ്പൊ ആനവാരി തിരിച്ച് എന്താണ് ഇത് ഇങ്ങനെ വിളിക്കും, രാമൻ നായരെ വിളിക്കുമ്പോ വിക്കനിക്ക വിക്കനിക്ക. വിക്കനിക്ക, എന്താണ് വിക്കനിക്ക. വളരെ കാഷ്വൽ ആയിട്ട് ആ ഡയലോഗിൽ കെട്ടണം. ഒരു മഞ്ചി ചാണകം. ഒരു വഞ്ചിച്ചാ വഞ്ചി എന്നല്ല, മഞ്ചി മഞ്ചി വഞ്ചി. ചാണകം. ബഷീർ ഇസ് എ റൈറ്റർ ഇസ് ഒരു 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 താളമുണ്ട് പുള്ളിയുടെ എഴുത്തിന്, ഒരു തമാശ നിറഞ്ഞൊരു ഒരു എല്ലാ എല്ലാ സെന്റൻസിലും ചിരിക്കാൻ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടാണ് എഴുതുന്നത്. ആലോചിച്ചോ, ഇതൊക്കെ ആര് ഇമാജിൻ ചെയ്യും? രാത്രി ഇരുട്ടത്ത് പോയിട്ട് ചാരമാണെന്നും പറഞ്ഞിട്ട് ആനക്കിട്ട് വെട്ടുകൊടുക്കും മമ്മട്ടി വെച്ച്. പാറുകുട്ടി ആയത് ഭാഗ്യം. അല്ല, കൊച്ചുനിലാണ്ട് തീർന്ന് പിന്നെയും അബദ്ധം പറ്റുന്നില്ലേ, ആന മാറി പോകുന്നില്ലേ അവസാനം. ആനയെ അടിച്ചു മാറ്റാൻ പോവും, ആനയെ ആ അടിച്ചു മാറ്റാൻ പോവും. അത് അത് ലാസ്റ്റ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇരുട്ടത്ത് ഇരുട്ട് കഴിഞ്ഞ് ഒന്ന് ലാവത്തേക്ക് ഇറക്കുമ്പോഴാണ് സൂചിമുന പോലെ രണ്ട് കൊമ്പ് കണ്ടു. അത് പിന്നെ ഇവന്മാര് രണ്ടുപേരും പുഴയുടെ നടുക്കാണ്, പുഴയുടെ നടുക്കാണ്. അതെ, അതുവരെ പുഴയുടെ നടുക്ക. അത് കഴിഞ്ഞ് വയറിളകി കിടക്കുന്നു. രണ്ടു ദിവസം വയറിളകി കിടക്കുന്നു. സാധാരണ പനിച്ചു കിടക്കും, അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് സത്യം ഏകദേശം അത്രയ്ക്ക് ഭയപ്പെട്ടിട്ടുണ്ടാവണം. പിന്നെ ഒരു ഭയങ്കര കിടിലൻ ക്യാരക്ടർ ഉണ്ട് നമ്മുടെ കണ്ടം പറയാൻ. ഒരു സാമി മൂപ്പൻ സാമി ക്യാരക്ടർ സാമി സാമി. സാമി പുള്ളിക്ക് ഇത് കൊടുക്കണം, കാണിക്ക കൊടുക്കുന്നത് കരിമ്പൂച്ച, മൂങ്ങ, ഉപ്പുമാങ്ങ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പുള്ളിക്ക് ഇത് കൊടുക്കുന്നത്. എന്നിട്ട് പുള്ളിയുടെ അടുത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പുള്ളി പറയും. അതും പുള്ളി ആദ്യം എന്താണ്, പുള്ളിക്ക് 4-5 ഉപാസനാ മൂർത്തികളുണ്ട്. ചാത്തൻ, ഒറ്റമുലച്ചി, അങ്ങനെ കുറെ ഒരു 5-8 ലിസ്റ്റ് ഉണ്ട് അയാൾ ഉപവസിക്കുന്ന ദേവതകള്. എന്നിട്ട് പുള്ളി അവിടെ ഇരുന്നിട്ട് പുള്ളിക്ക് ഒരു തലയോടുണ്ട്. ഏതോ പോലീസുകാരുടെ അടുത്ത് ഏറ്റുമുട്ടി വീരചരം പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്, അയാളുടെ പേര് മറന്നു, എന്തോന്ന് പേര് മറന്നു പുള്ളിയുടെ. ഒരുത്തിന്റെ തലയോട്ടിയുണ്ട്, ആ തലയോട്ടിയിൽ തൊട്ടുകൊണ്ടാണ് പുള്ളി ഈ ഭാവിയൊക്കെ പറയുന്നത്. എന്നിട്ട് ഒരു മന്ത്രമൊക്കെ ഉണ്ട്, ഹലി ഹലി ഹലിയോ ഹലി എന്നാ, അങ്ങനെ എന്തോ ഒരു മന്ത്രം ചൊല്ലി പുള്ളി പറയും. എന്നിട്ട് പുള്ളി അവസാനം പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, ഹന്തൊന്ത്. അത് എന്താണെന്ന് ആളുകള് ഇന്റർപ്രറ്റ് ചെയ്യണം. ആദ്യം പപ്പുണ്ണി ഡൈവർ പപ്പുണ്ണിയും തൊരപ്പൻ അവറാനെയും കാണാതാവുമല്ലോ. അപ്പൊ പോലീസ് മുരാച്ചികൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പോലീസ് മുരാച്ചികളെ കത്തിക്കാനും ഒക്കെ ആയിട്ട് നാട്ടുകാർ വരുമ്പോ പോലീസ് പറയും ഞങ്ങൾക്കറിയില്ല എന്ന് പറയും. എന്നിട്ട് ഇവന്മാര് പോയി കണ്ടം പറയാന് കാണിക്ക വെച്ചിട്ട് ചോദിക്കും. അപ്പൊ കണ്ടം പറയാൻ ഇതൊക്കെ പറഞ്ഞ് തുള്ളി എല്ലാം കഴിച്ചിട്ട് പറഞ്ഞ് ഹന്തൊന്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന്മാരെല്ലാരും തിരിച്ചു പോരുകയാണ്. ഉത്തരം അത് മതി, ആ ഉത്തരത്തിന് തിരിച്ചു വരും. എന്നിട്ട് കാര്യമായിട്ട് ആലോചിക്കുകയാണ്. ഒരു 2-3 ദിവസം ആലോചിച്ചിട്ട് അവസാനം പറയും, ഇപ്പൊ വരും എന്നാണ് പറഞ്ഞത് എന്ന് പറയാം. അടുത്ത നിമിഷമാണ് ഇവന്മാര് അടിച്ചു മാറ്റിയ ബുയിക്കിൽ വന്നിറങ്ങണത്. ഈ കണ്ടംപററിന്റെ അടുത്ത് പോകുമ്പോ കൂട്ടത്തില് തലവൻ ഇരിക്കണമെന്നോ അങ്ങനെ എന്തോ റൂളുണ്ട്. ഒരാളെയാണ് കണ്ടംപറയാൻ ഇരിക്കാൻ പറയാ അത്ര, ഇങ്ങനെ ഗ്രൂപ്പിൽ വരുന്ന. അപ്പൊ ആനവാരിക്ക് അപ്പോഴും ഇതുണ്ട്, ആനവാരിയോട് പറയോ ഇരിക്കാൻ പറയോ എന്നൊരു കൺഫ്യൂഷൻ ആനവാരിക്ക് ഉണ്ട്. ആ സെയിം ഗ്യാങ് ലീഡർ ഞാനാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ആനവാരിയോട് തന്നെയാണ് തോന്നുന്നു ഇരിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ആനവാരി രക്ഷപ്പെട്ടു. പിന്നെയും കുറച്ച് ക്യാരക്ടർ ഉണ്ട്. 2 നമ്പൂരിമാരുണ്ട്. രണ്ടുപേരും തമ്മിൽ എന്തോ ശത്രുതയൊക്കെയാണ്. കൊട്ടേഷൻ കൊടുക്കുന്ന ആനയെ കൊണ്ടുപോയി. അതെ, ആനെ കൊണ്ടുവരാൻ കൊട്ടേഷൻ കൊടുക്കുന്നത്. പുള്ളി ഇടയ്ക്ക് എന്താ അരി അടിച്ചു മാറ്റി വെക്കുക, തടി അടിച്ചു മാറ്റി വെക്കുക, ഇതൊക്കെ ചെയ്യും. ഇങ്ങനൊരു ഇത് സോഷ്യലിസ്റ്റ് ആശയമല്ലേ? അതായത് ലോകം എല്ലാവരുടെയാണ്, ആരുടെ ഒന്നും സ്വകാര്യ സ്വത്തല്ല എന്നാണ് രാമൻ നായരുടെ കഥ തുടങ്ങുമ്പോൾ പറയുന്നത്. അങ്ങനെയാണ് അത്. കഥാപാത്രങ്ങളൊക്കെ വളരെ മാന്യന്മാരാണ്, നല്ല ഇതുള്ളവരാണ്, മൈൻഡുള്ളവരാണ്. പക്ഷെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ റോബിൻഹുഡിന്റെ പരിപാടികൾ ചെയ്യുന്നേ ഉള്ളൂ സൈഡിൽ കൂടെ.
അത് ആർക്ക് വേണമെങ്കിൽ ചെയ്തു ദേസി കൊടുക്കും, റോബിൻ ഹുഡ്. കൊട്ടേഷൻ. അതെ. അതും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങളെ കളിയാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓരോ ഓരോ അസുഖവും ഓരോ മതത്തിന്റെയാണ്. വസൂരി മുസ്ലിങ്ങള് ആണ്, മറ്റേ മുല്ലാക്കന്മാരെന്താണ്ടോ ഊതി ആണ് ഊതി. വസൂരി മാറ്റുന്നത്, നടപ്പുദീനം മാറ്റുന്നത് ക്രിസ്ത്യാനികളാണ്. അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. അത് ശരിയാ. നിങ്ങളുടെ ദൈവത്തിന് ഇത് എന്തോ ഈ പറഞ്ഞമാരെ കളിയാക്കുന്നുണ്ട് നല്ലോണം. പക്ഷെ അത് ആ എഴുതിയ കാലഘട്ടം ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. ഒരു ഭഗവത്ഗീതയും കുറെ മുലകളും മൂലകളും. അത് ഈ അതൊരു കാലത്ത് പുസ്തകത്തിന്റെ ഇറങ്ങുന്ന പേരാണ്. അത് ഈ കാലത്ത് ഇറങ്ങുന്ന കാര്യം കുറച്ച് കഷ്ടമാണ്. ക്യാൻസൽ ചെയ്ത് നശിപ്പിക്കും. ക്യാൻസൽ അല്ല, മോഹിനിയാട്ടത്തിന്റെ വെട്ടക്കുത്തുവാ. കാര്യം കണ്ടില്ലായിരുന്നോ? ഇല്ല, മോഹിനിയാട്ടം കണ്ടിരുന്നോ? മോഹിനിയാട്ടത്തിനെ പറ്റി ഇല്ല. ഒന്ന് കണ്ടു നോക്കും. ഉം. അത് സിനിമ ഞാൻ ആ കണ്ടിട്ട് പടം OTT-യിൽ ആ. കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് എന്തുകൊണ്ട് ഇതിന് പ്രതിഷേധം വന്നില്ല. പക്ഷെ വന്നു 2 ദിവസം കഴിഞ്ഞപ്പോ. ആരും തിയേറ്ററിൽ പോയി കാണാത്തതുകൊണ്ട്, തിയേറ്ററിൽ പോയി കാണാത്തവന്മാര് പ്രതിഷേധിച്ചില്ല. അപ്പൊ എല്ലാം മറ്റേ കെട്ടുകഥകളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്ന് ഒരു ഇതുണ്ട് അവിടെ. അതായത് എല്ലാ മതങ്ങളും അതിന്റെ പിന്നിലുള്ള വിശ്വാസങ്ങളും ഒക്കെ കെട്ടുകഥകളിൽ നിന്നാവാമെന്നൊരു ആണ് ഏകദേശം എന്നുള്ളൊരു ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ. എവറിത്തിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എയർ. ഒരു ഈ കോൺസെപ്റ്റ് ഉണ്ട്. ആചാരങ്ങളും ഐതിഹ്യങ്ങളും ഉം. എല്ലാം നമ്മുടെ സൃഷ്ടികളാണ്. ദൈവങ്ങളും. ഉം. ദൈവങ്ങൾ. അത് ആ സിനിമ കാണണോ സാൻഡി? എന്നാലേ അത് അതെ. ബാക്കി എന്നാലേ സിനിമ അത് കാണണം. ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു അതൊരു വളരെ അതാണ് ആ പടത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള വലിയ. കാര്യമാണിത്. അതെ അതെ, അതിന്റെ കോർ അതാണ്. അത് കഴിഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഒരു ഒരു എന്താ പറയാ, ഒരു സാധാരണ കഥയാണ് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഭരതൻ അല്ല, നായർ ഏത് ബേസിക്കലി ലെവലിലുള്ള മനുഷ്യനാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന. ബേസിക്കലി പുസ്തകങ്ങളിൽ മതത്തിനെ വിമർശിക്കാൻ പറ്റുന്ന കാലം കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം. വിമർശിക്കാനോ പോട്ടെ, പരാമർശിക്കാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷേ ലൈക്ക് ഓണസ്റ്റ്ലി if some things need to be criticized, it needs to be criticized. അപ്പൊ അത് നമ്മള് എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ വേർ ഡു യു ഡ്രോ ദ ലൈൻ ടു സേ ഓക്കെ ദിസ് ഇസ് ആക്ച്വലി അനാവശ്യമായിട്ട് ഇത് പറയേണ്ടിയിരുന്നില്ല, യുനോ കുഡ് ഹാവ് സെഡ് ഇറ്റ് എന്നുള്ളതും വേർ ഡു യു ഡ്രോ ദ ലൈൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. ഇവിടെ ഇറ്റ്സ് എ വാലിഡ് ക്രിറ്റിസിസം, അത് ഇതാണ്. Should we draw the line? നമ്മള് ഒരു ലൈൻ വരയ്ക്കേണ്ട കാര്യമുണ്ടോ? എല്ലാം ഫ്രീഡം ക്രിട്ടിസൈസ് ഓഫ് ചെയ്യണം. സ്പീച്ചുള്ള കൺട്രി അല്ലേ? അതെ. അപ്പൊ ആർക്കും എന്തും പറയാനുള്ള അധികാരമുണ്ട്. ഈ ഇത് വരയ്ക്കേണ്ടത് നമ്മൾ വരയ്ക്കേണ്ടത് നാട്ടുകാർ വരച്ചോളൂ. ഇപ്പൊ നാട്ടുകാര് ഇപ്പൊ മിണ്ടാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാ. ബഷീറിന്റെ ഒരു ജന്മദിനാഘോഷം, അതായത് നമ്മുടെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് നടന്ന ഒരു സംഭവം സ്കൂളുകളിലൊക്കെ മറ്റേ ഒരു ഇതായിട്ട് നടത്തിയായിരുന്നു. പാത്തുമ്മയുടെ ആട്, മറ്റേ അങ്ങനെയുള്ള പല കഥാപാത്രങ്ങളായിട്ട് കുട്ടികൾ വരുന്നു, അങ്ങനത്തെ ഒരു സംഭവം നടന്നായിരുന്നു. അത് ഓർമ്മയുണ്ടോ? അന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഈ സുദർശനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫേസ്ബുക്ക് പേജസ് ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ഇത് നമ്മുടെ അതായത് ഇതൊരു തരം ഹൈജാക്കിംഗ് ആണ്, ഒരു പ്രത്യേക ഭാഗത്തോട്ടുള്ള ഹൈജാക്കിംഗ് ആയി, കുട്ടികൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞൊരു തരം ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഇയാൾ ഇങ്ങനത്തെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇതിന്റെ ടൈറ്റിൽ വായിച്ചിട്ടുണ്ടോ, ഭഗവത്ഗീതയും കുറെ മുലകളും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പുള്ളിക്ക് ഇങ്ങനെയുള്ള അതിന് ഭയങ്കര കാര്യമാണ്. പുള്ളി അതിനകത്ത് MF ഹുസൈനൊക്കെ കൂട്ടുപിടിക്കുന്നുണ്ട്. MF ഹുസൈൻ മറ്റേ ഗോഡസുകളെ മറ്റേ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ പറഞ്ഞ അതിനടുത്ത് അടിയിൽ ഒരാൾ വന്ന് കമന്റ് ചെയ്തായിരുന്നു. അയാള് അങ്ങേരും ഒരു ഇതിന്റെ ആളാണ്, ഒരു ഹൈന്ദവ പ്രസ്ഥാനത്തിന്റെ ഒരു അമ്പലത്തിന്റെ എന്താണ്ട് ആളാണ്. പുള്ളി കാര്യമായിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന അമ്പലത്തിന്റെ ഇന്ന ആളാണ്, ഞാൻ ഈ സമിതിയിലുള്ളതാണ്, നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർത്തനം പറയില്ല. പുള്ളി പറയുന്ന കാര്യം ഇതാണ്. ഇപ്പൊ പുസ്തകം വായിക്കുന്നവർ, ഒന്നാമത്തെ കാര്യം, ഇത് പ്രതിഷേധിക്കണം എന്നുണ്ടെങ്കിൽ അവർ പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടന്റ് കാണണം. അതെ. ഇനി അഥവാ ഇത് വായിച്ചില്ലെങ്കിൽ അതിന്റെ ടൈറ്റിൽ കണ്ട് അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ വായിച്ചു കഴിഞ്ഞ് അവർക്ക് മനസ്സിലായില്ലെങ്കിലും കാര്യമില്ല. മീശ എത്ര പേര് വായിച്ചിട്ടാണ് മീശയെ വിമർശിക്കുന്നത്? അതെ, അതിന്റെ അതാണ്. പ്രോബബ്ലി ഒരു 10%-ലാണ് ഈ പറയുന്ന കണ്ടന്റ് എല്ലാം. അതിന്റെ അപ്പുറത്തേക്ക് ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ മാജിക്കൽ റിയലിസം വർക്ക്. ബ്യൂട്ടിഫുൾ, ഭയങ്കര വിഷ്വലാണ്. ഒരു പക്ഷെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് അവരായിട്ട്, അതായത്
ചിലരായിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതായിരിക്കാം ഇതൊന്ന് ആളി കത്തിക്കാൻ വേണ്ടി. മുച്ചീട്ട് കളിക്കാരന്റെ മകള് നമ്മൾ പറഞ്ഞില്ലല്ലോ, അതിനകത്തല്ലേ ഈ മണ്ടമുത്തപ്പ എന്നുള്ള ക്യാരക്ടർ വരുന്നില്ലേ? അതായത് മണ്ടപ്പത്തൊക്കെ അതെ, അതെ. എല്ലാവർക്കും വരുന്നുണ്ട്. ആ ഈ മറ്റേ ഒറ്റക്കണ്ണൻ പോക്കർ ശരിക്കും മുച്ചിട്ട് കളിക്കാരനാണ്. അയാളുടെ മോളാണ് സൈനബ. സൈനബയും മണ്ടമുത്തപ്പയാന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, പണ്ട് അല്ലല്ല, വായിച്ചതാ. മണ്ടൻ മുത്തപ്പയാണ്. മണ്ടൻ മുത്തപ്പ. അവരുടെ ഒരു ലവ് സ്റ്റോറിയാണ്, എനിക്ക് ഓർമ്മയില്ല, അതാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ മണ്ടൻ വായിച്ചിട്ടുണ്ട് മുത്തപ്പയുടെ പക്ഷെ. പ്രൊട്ടസ്റ്റ് ഇതാണ് പുള്ളിയെ മണ്ടൻ എന്ന് വിളിക്കുന്നതില്. പുള്ളി എന്താ പോക്കർക്ക് പൈസ കൊടുക്കാറുണ്ട്, ഈ പുക ഊതി വട്ടത്തിൽ വിടാൻ പഠിപ്പിച്ചതിന് കൂലിയായിട്ട്. അപ്പൊ ആ പൈസ ഇങ്ങനെ പോക്കർക്ക് വേണം. മുത്തപ്പ അത് കൊടുക്കത്തില്ല. അതുകൊണ്ട് പുള്ളി മണ്ടാന്ന് വിളിച്ച് ആ പേരങ്ങ് വീണുപോയി. ഗാൻഡാൾഫ് പഠിച്ചതും അപ്പൊ പോക്കറിന്റെ അടുത്തുനിന്നായിരിക്കും അല്ലേ? ഗാൻഡാൾഫ് അല്ലല്ല, ബിൽബോ ആണ്. ഗാൻഡാൾഫ് വള്ളമാണ് ഊതി ഉണ്ടാക്കിയിട്ട്, കപ്പലൊക്കെയാണ് ഊതി വിട്ടത്. ബഷീറിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. ഈ ബഷീറിന്റെ വേറൊരു കൃതി ഉണ്ടല്ലോ, എന്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അപ്പൊ അത് പാർക്ക്. ഉപ്പുപ്പാക്ക്. അപ്പൊ അത് ഇറങ്ങിയ സമയത്ത്, അത് 1950s ഇറങ്ങിയതാണ്. അപ്പൊ 50s ഇത് അനക്ഡോട്ടലാണ്, എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഇറങ്ങിയ സമയത്ത് ഒരു വിവാദം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തൊരു വരിയുണ്ട്, ഞാനത് വായിക്കാം. അവളുടെ മുലകൾ ആൺ പിറന്നവന്റെ ദേഹത്തെങ്ങാനും തൊട്ടേക്കുമെന്ന് ഭയന്ന് അത് ഉള്ളിലേക്ക് എക്ലിക്കാൻ എന്ന വണ്ണം അല്പം വളഞ്ഞു. അപ്പൊ ഇതില് മുലകൾ എന്നുള്ള വാക്ക് കുറച്ച് കോൺട്രവേഴ്സി ആയി. ഇപ്പൊ ആദ്യം എന്റെ പബ്ലിഷർ ആ മുലകൾ എന്നുള്ള വാക്ക് വെട്ടി ദേഹമെന്നാക്കി പബ്ലിഷ് ചെയ്തു. അപ്പൊ അത് സെക്കൻഡ് എഡിഷനിൽ എങ്ങാണ്ടാണ് ഈ ചേഞ്ചസ് വന്നത് വിവാദത്തിന് ശേഷം. ബഷീറിന് അത് സഹിച്ചില്ല. പുള്ളി ഒരു ബുക്ക് സ്റ്റോൾ തുടങ്ങി. എന്നിട്ട് മുലകളുള്ള പുസ്തകം, മുലകൾ ഇല്ലാത്ത പുസ്തകം എന്ന് പറഞ്ഞ് 2 സെറ്റ് വിൽക്കാൻ തുടങ്ങി. അഗൈൻ ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, കാരണം ഓൺലൈൻ ഞാൻ നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. പക്ഷെ വേറെ വിവാദമുണ്ട്. 57 EMS സർക്കാരിന്റെ കീഴില് ഇതൊരു പാഠപുസ്തകമാക്കാൻ നോക്കിയപ്പോൾ അന്നേരവും ഇതേ കാര്യം സെൻസർ ചെയ്യാൻ നോക്കി. സോ അഗൈൻ ഇത് മതത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങനെ ചില കാര്യങ്ങളിലും ഒരു വിവാദ പുരുഷനായിരുന്നു ബഷീർ. പുള്ളി അത് ആ വേർഡ് വളരെ കാഷ്വൽ ആയിട്ടാണ് ത്രോ ചെയ്യുന്നത്. കാഷ്വൽ ആണ്, അതാ വളരെ കാഷ്വൽ ആണ് അക്കാര്യത്തില്. പുള്ളി കാഷ്വൽ ആയിട്ടാണല്ലോ മതത്തിനെയൊക്കെ വിമർശിക്കുന്നത്. ഈ അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള വിചാരങ്ങൾ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഒരു ആനയ്ക്ക് അതിനകത്ത് തുടക്കത്തിൽ കുറെ ഡയലോഗ്സ് ഉണ്ട്. ഈ എന്താ കാഫിറുച്ചികള് ഇന്നത്തെ കാലാവസ്ഥയിലൊന്നും അങ്ങനെ എഴുതില്ല. വിവാദമാവുമെന്ന് പേടിച്ചിട്ട് എല്ലാം ഒതുക്കി വെക്കത്തേ ഉള്ളൂ. അതുപോലെ എന്തുവാ, ആന നല്ല അസലുള്ള ഒരു ആനയാണ്. അത് മുസ്ലിങ്ങളെ കൊന്നിട്ടില്ല, അത് കാഫിറുകളെ മാത്രമേ കൊന്നിട്ടുള്ളൂ. അതിലെ ഹ്യൂമർ ഇന്ന് വലിക്കില്ല. അതാണ്. The world has moved on. Yeah, we wired to think Backwards. look at everything backwards and look at everything through a very എന്താ പറയാ, ഒരു മതത്തിന്റെ ലെൻസിലൂടെയാണ് നമ്മൾ എപ്പോഴും. അയ്യോ എന്റെ മതത്തിനെയാണോ അവര് പറഞ്ഞത്, എന്ത് ആ ഒരു തോന്നലുണ്ടല്ലോ, ആർ ദേ ബീയിങ് ഡിസ്റെസ്പെക്ട്ഫുൾ ടു മൈ റിലിജിയൻ എന്നുള്ള ലെൻസിലൂടെയാണ് നമ്മൾ എല്ലാം കാണുന്നത്. ആൻഡ് ഇറ്റ്സ് എന്താ പറയണ, ഇപ്പോ മതം മാത്രമല്ല, എവറിത്തിങ് എല്ലാവരും ടേക്ക് ഓഫൻസ് ആണ്. റേസ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, കുറെ ഫുൾ ഓർമ്മയില്ല. കുറെ സൈക്ലിസ്റ്റ്സ് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ ഒരാൾ അതുവഴി നടന്നു പോകുമ്പോൾ അയാൾ പറയും, എനിക്ക് ഇവര് പറയും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു തരാമെന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിക്കും. ഫോൺ വാങ്ങിച്ചിട്ട് ഇയാൾ എന്നിട്ട് സേ ചീസ് എന്ന് പറയും. ഉടനെ ഒരാൾ ചൂടായിട്ട് പറയും, ഐ ആം വീഗൻ, ഹൗ ക്യാൻ യു ബി സോ നോൺ ഇൻക്ലൂസീവ് എന്നൊക്കെ പറയും. അപ്പൊ ഇയാൾ വേറെന്തോ പറയാൻ നോക്കും, അതിന് വേറെ ആരോ ഓഫൻസ് എടുക്കും. അങ്ങനെ ഓഫൻസ് എടുത്ത് അയാൾ അവസാനം ഭ്രാന്തായി മൊബൈൽ വലിച്ചെറിച്ചിട്ട് പോകും. Devil Wears Prada 2 കണ്ടു. അതിൽ there is a sequence where Meryl Streep is in an office with all very young people and
പുള്ളിക്കാരത്തിന്റെ കൂടെ മറ്റേ ആഷ്ലി സിമോൺ ഉണ്ട്. പുള്ളിക്കാരത്തി എന്തെങ്കിലും പറഞ്ഞ ഇത് പറയാൻ ഒഫെൻസീവ്, ഓ ദാറ്റ്സ് ഒഫെൻസീവ് നൗ. അപ്പൊ ഇസ്രി ഇരുന്ന് പറയും, എന്തോ ആരോ പറയും, എന്തോ ഒരു ഐഡിയ പറയും, യു വോണ്ട് മീ ടു കിൽ മൈ സെൽഫ്. Nobody says that. Nobody says that in public anymore because അങ്ങനെയുള്ള ഇത് ക്യാൻ ബി ആൾക്കാരത് വേറെ രീതിയിൽ എടുക്കാൻ. പക്ഷെ നമ്മളൊക്കെ എന്നെ നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞിരുന്ന ഒരു ഇതാണ് അത്. അയ്യോ എന്താണ് അയൽ കില്ലിയു എന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരുമ്പോ പറയണ കാര്യമാണ്. അതൊന്നും പറയാൻ പാടില്ല ഇപ്പം. നിന്നെ കൊല്ലുമെടാ എന്ന് പറയുന്ന ഒരു ഡയലോഗ്. Woke culture. വോക്ക് കൾച്ചറിന്റെ വേറൊരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബോഡി ഇൻക്ലൂസീവ് മോഡൽസിനെ കുറിച്ച് എന്തോ പറയും. Nobody wants to see them. ഇത് ചില കാര്യങ്ങളൊക്കെ ഐ അഗ്രി. വോക്ക് കൾച്ചർ കൊണ്ട് കുറെ കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് വളർന്നു വരുന്നത്. റിയലി ലവ് ദാറ്റ് ഫോർ ദം. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ സെൻസിറ്റീവ് ആവുന്നുണ്ട്, വളരെ വളരെ സെൻസിറ്റീവ് ആവും. മറ്റേ ഇതില് പിങ്ക് പാന്തറില് ഓർമ്മയുണ്ടോ, ഇങ്ങനെ സെക്കൻഡ് പാർട്ടിലാണെന്ന് തോന്നുന്നു, ഒരു ചൈനക്കാരനെ കാണുമ്പോ പറയണത് My little yellow friend. മൈ ലിറ്റിൽ യെല്ലോ ഫ്രണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഈ പുള്ളിനെ എന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. മറ്റേ ആ പുള്ളിക്കാരി HR ഉണ്ടല്ലോ, പുള്ളിക്കാരി കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഫുൾ ഇങ്ങേർക്ക് മൊത്തം പ്രശ്നമാണ്. പുള്ളിക്ക് എല്ലാത്തിനോടും അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് പുള്ളി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈവൻ സ്ത്രീകളോടും ഒരു പഴയ ഓൾഡ് ഫാഷൻ പേഴ്സൺ ആണ്. അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തപ്പോൾ അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആളുകളടുത്ത് വരുമ്പോൾ അവർ ഏത് റീജിയനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആ റീജിയൻ വെച്ചിട്ടൊരു സ്റ്റീരിയോ ടൈപ്പ് ജോക്ക് അടിക്കും. നമ്മൾ മലയാളിയാണെന്ന് പറഞ്ഞാൽ എടുത്തൊരു വൈഡ് എടുത്ത നായർ ക്രോസ് ദ റോഡെന്ന് സിംപ്ലി. പിന്നെ അതുപോലെ ഗുജറാത്തി ആണെങ്കിൽ പറയും വാട്ട് ഇസ് ദിസ് എന്ന്. അപ്പൊ അറിഞ്ഞൂടാന്ന് പറയും ദിസ് ഇസ് എ ഡെഡ് ഗുജു ബിക്കോസ് ലൈവ് ഗുജു ഡസ് ദിസ് ഓൾ ദ ടൈം. അങ്ങനെ ഏത് റീജിയൻ, ഇന്ത്യയിലെ ഏത് റീജിയൻ ആണോ ആ എല്ലാ റീജിയനും അങ്ങനെ ഒരു ജോക്ക് പുള്ളി പറയായിരുന്നു. അങ്ങനത്തെ ജോക്ക് വല്ലതും ഇപ്പൊ പറയാൻ പറ്റുമോ? HR ഇഷ്യൂ ആണ്. വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് അതിൽ ഓർമ്മയുണ്ടോ? വീരപാണ്ഡി പണ്ടാരം ഓർമ്മയില്ലേ? പുള്ളി മറ്റേ ഇതാണ് പാമ്പാട്ടി. ഇപ്പൊ പുള്ളി കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് പൊൻകുരിശ് തോമ ആളുകൾ എന്തോ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോ പുള്ളി അരയിലൊരു പൊതി കാണിച്ചിട്ട് പറഞ്ഞു ഇതിന്റെ അകത്ത് ചൊറിയാമ്പുഴുവാണ്, ഇത് ഞാൻ എറിയും നിങ്ങളുടെ മേത്തെന്ന് പറഞ്ഞിട്ടാണ് ആളുകളെ ഓടിക്കുന്നത്. അത് ആനവാരിയോടെ പറയുന്നത്, ആനവാരിയുടെ മേത്ത് ഇടുന്നതാണ്. അവര് തമ്മിൽ അടി ഉണ്ടാവുമ്പോഴാണ് പറയുന്നത്. അതെ. അപ്പോ ഇത് പോക്കറ്റിലുണ്ട്. ഈ പാമ്പ് ചത്തു കഴിഞ്ഞപ്പോ ഇയാള് വീരപാണ്ഡി പണ്ടാരം പൊൻകുരിശിനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. ആ ചൊറിയാമ്പുഴു കാരണമാണ് പാമ്പ് ചത്തതെന്ന്. പുള്ളിയുടെ മോളാണ് മിസ് ലച്ചി. പക്ഷെ ഈ കപ്പലണ്ടി എന്തോ ആയിരുന്നു ഇതില് പൊതിയുടെ അത്. കശുവണ്ടി. അപ്പൊ ചൊറിയാമ്പുഴൊന്നും ആയിരുന്നില്ല. അതാണ് അതിന്റെ ഇത് ട്വിസ്റ്റ്. കോമഡി ഓഫ് എറേഴ്സ് ഉണ്ട് അതില് കുറച്ച്, അങ്ങനത്തെ ഒരു അതും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മള് പാത്തുമ്മയുടെ ആട് വായിക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ വേറൊരു കാലഘട്ടത്തിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് അതിന് മുന്നേ ഉള്ള ബ്രിട്ടീഷുകാരും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. പുള്ളിയുടെ റേഞ്ച് ഭയങ്കര വലുതാണല്ലോ. ഈ പറഞ്ഞ പോലെ പാത്തുമ്മയുടെ ആട്, എന്റെ ഉപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, മതിലുകൾ, ബാല്യകാല സഖി, നീല വെളിച്ചം. അവിടെ വരുമ്പോ അതൊരു ത്രില്ലർ ആവുകയാണ്. റൈറ്റ്. കുറെ സോഷ്യൽ കമന്ററിയും ഒക്കെ മിക്സ് ചെയ്ത് എല്ലാത്തിനെയും വിമർശിക്കുക. ഈ പറഞ്ഞ പോലെ കർത്താവിനെന്തിനാ പൊങ്കുരിശ് എന്ന് വയ്ക്കുന്ന പോലത്തെ ഡയലോഗുകളുണ്ട്. അതൊക്കെ എല്ലായിടത്തും ഇതൊക്കെ തന്നെ പുള്ളിയുടെ. പാത്തുമ്മയുടെ ആട് വരുമ്പോ ഒരു വീടിന്റെ അകത്തേക്ക് ചുരുങ്ങി ആ കഥയും കഥാപാത്രങ്ങളും ഒരു വീടിന്റെ അകത്ത് നടക്കുന്ന സ്വന്തം വീട്ടിലേക്ക് ചുരുങ്ങി. എനിക്ക് തോന്നുന്നു എല്ലാവരും പുള്ളിയെ അവസാനമായപ്പോഴത്തേക്കും പുള്ളിനെ they were taking advantage of him, including his mother. ഉമ്മ മുതൽ. അപ്പൊ അങ്ങനെ ഒരു കഥയായിരുന്നു അത്.
അതെനിക്കറിയാം ഈ ഞാൻ ഹനീഫ എന്നൊക്കെ പട്ടാളത്തിൽ പോയി പറഞ്ഞ ചേരും ക്യാരക്ടർ. എന്ന് അതെ, പറയുന്ന ഒരു ബ്രദർ. ഞാൻ പട്ടാളത്തിൽ പൊക്കോളാം എന്ന് പറയുന്ന ഹനീഫ ഉൾപ്പെടെയുള്ള ക്യാരക്ടേഴ്സാണ് അതിനകത്ത്. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. ദിസ് ഇസ് എഴുതാപ്പുറം സൈനിങ് ഓഫ്. സന്ദീപ്, ലേഖ, അനൂപൻ, കൃഷ്ണകുമാർ. ടേക്ക് കെയർ. ബൈ.